അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ ഇന്ന് കാട്ടിനുള്ളിലേക്ക് പോകുന്നത്. കാട്ടിനുള്ളിൽ പോകുമ്പോൾ നമുക്ക് പുലി, കടുവ, സിംഹം, കരടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബഞ്ചാർഘട്ട സൂവിലാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് കാണാം. ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല. മറ്റു കാടുകളിലൊക്കെ പോയത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ അതിസൂക്ഷ്മമായി നോക്കിയിരുന്നാണ് ഇതിനെയൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് നമുക്ക് എങ്ങനെ മൃഗങ്ങളെയൊക്കെ നമുക്ക് എത്ര ക്ലോസ് ആയിട്ട് കാണാം. നമ്മൾ പല വീഡിയോസും ഫോട്ടോസും കണ്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ സിംഹം വന്നിരിക്കുന്നത്, മുകളിൽ വന്നിരുന്നില്ലെങ്കിലും ഫ്രണ്ടിലെങ്കിലും വന്നാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, കമോൺ. ബംഗളൂരു KR പുരത്ത് നിന്ന് നേരെ ഒരു ടാസ്കിയും വിളിച്ച് ബന്നാർഘട്ട സൂവിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ഫെയർസ് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 330 രൂപേൻ്റെ ബസ്സിൻ്റെ AC ബസ്സിൻ്റെ ടിക്കറ്റും എടുത്ത്, പക്ഷേ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ 380 രൂപയാണ്. ആ ടിക്കറ്റും എടുത്ത് നമ്മൾ ബസ്സിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അകത്തൊക്കെ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്തിട്ട് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. സൂവിലേക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ വാനിൽ കയറി കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ വണ്ടി ഫില്ലായി കഴിഞ്ഞാൽ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ എണ്ണം വന്ന് കയറിയിരിക്കുക. എന്നാൽ പറപ്പിച്ചങ്ങോട്ട് വിട്. എനിക്കെന്തായാലും ഭാഗ്യത്തിന് ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി സൈറ്റ് വ്യൂ ഉള്ള ഒരു സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. മൃഗങ്ങൾ പുറത്ത് സഞ്ചരിക്കുന്ന കാട്ടിനുള്ളിലൂടെ, അടച്ച വാഹനത്തിനുള്ളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. കാടിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താകുമെന്ന്, മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന്. നമ്മൾ എൻ്റർ ആവുകയാണ്. ആ റോഡൊക്കെ അത്യാവശ്യം പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ബസ്സിനുള്ളിലും ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൂവിനെ പറ്റി പറയുകയാണെങ്കിൽ കർണാടകയിലെ ബാംഗ്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ദേശീയോദ്യാനമാണ് ബന്നാർഘട്ട ദേശീയോദ്യാനം. 1970 ഇത് സ്ഥാപിതമായെങ്കിലും 1974 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. 2002 പാർക്കിൻ്റെ ഒരു ചെറിയ ഭാഗം ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് എന്ന സുവോളജിക്കൽ ഗാർഡനായി മാറിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ വിസ്തൃതി എന്ന് പറയുന്നത് 104 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിലൂടെ സുവർണമുഖി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുവർണമുഖി നദിയും നമ്മുടെ ഈ ബന്നാർഘട്ട ഉദ്യാനത്തിലൂടെയാണ് ഒഴുകുന്നത്. ഈ പാർക്കിൽ തന്നെ ആരാധനയ്ക്കായിട്ട് പുരാതന ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ ഇവിടെ ട്രെക്കിങ്ങുകളുണ്ട്. പിന്നെ ഈ നാഷണൽ പാർക്ക് ഏരിയയിൽ 6 ഗ്രാമീണ ഗ്രാമങ്ങൾ, ആട്, കന്നുകാലി ഇതിനൊക്കെ വളർത്തുന്നതിനായിട്ട് 3 വലിയ ചുറ്റുപാടുകൾക്കുള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ഈ പാർക്കിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന 6 കിലോമീറ്റർ ദൂരമുള്ള ഗൈഡഡ് ബസ് ടൂറാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 1995 2021 ഇടയിൽ കാർഷിക ആവശ്യങ്ങൾക്കും നഗരവൽക്കരണത്തിനും മറ്റും വനഭൂമി അനിയന്ത്രിതമായി വഴിതിരിച്ചുവിടൽ കാരണം ദേശീയ ഉദ്യാനത്തിലെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ ഏകദേശം 44% ചുരുങ്ങിപ്പോയി. ഈ മനുഷ്യനിർമ്മിത പാർക്ക് നിരവധി ഇനം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്. കൂടാതെ വൈവിധ്യമാർന്ന വന്യജീവികളിലൂടെ ഇത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിപ്പിക്കുന്ന അത്ര അടുത്ത് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഈ ബന്നാർഘട്ട സൂ ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്നത് ഈ പാർക്കിൽ പ്രത്യേകിച്ച് കടുവ, സിംഹ സഫാരികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്നത്. സസ്യബുക്കുകൾക്കും മാംസബുക്കുകൾക്കുമായി പാർക്കിനെ പ്രത്യേക വിഭാഗങ്ങളായി പാർക്ക് അധികൃതർ തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബസ് സഫാരികൾ കൂടാതെ സ്വകാര്യ സഫാരികളും സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. റോഡിന് നടുവിലെ പാറക്കെട്ടുകളാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും റോഡിന് നടുവിൽ കിടന്നുറങ്ങുന്ന കരടികളെ, നല്ല സൈസുള്ള കരടികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഹെവി കരടി ആ പാറക്കല്ലിൻ്റെ ഇടയ്ക്കിരുന്ന് സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ കൺസർവേറ്ററി സ്ഥാപിക്കുന്നതിൻ്റെ പ്രാധാന്യവും നമ്മുടെ ഈ പാർക്കിനുണ്ട്. കൺസർവേറ്ററി വൃത്താകൃതിയിലുള്ളതും 10,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതുമാണ്. നമ്മുടെ ഈ പാർക്കിനുള്ളിൽ വൈവിധ്യമാർന്ന വന്യജീവികളുടെ വിശാലമായ ശ്രേണിയാണുള്ളത്. ബാംഗ്ലൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ആനേക്കൽ റേഞ്ചിലെ 10 റിസർവ് വനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഈ പാർക്ക്. അപ്പോൾ ഈ പാർക്കിനുള്ളിൽ മൃഗശാല വരുന്നുണ്ട്, കൺസർവേറ്ററികളുണ്ട്, ഒരു മ്യൂസിയവുമുണ്ട്. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നാണെങ്കിൽ 22 കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത്. സാധാരണയായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ പാർക്ക് അടച്ചിട്ടുണ്ടാവും.
ആഴ്ചയിൽ ബാക്കിയുള്ള സമയങ്ങളിൽ 9 മണി മുതൽ 5 മണി വരെ ആയിരിക്കും തുറന്നിരിക്കുന്നത്. വർഷം മുഴുവനും ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് പാർക്ക് ഉള്ളതെങ്കിലും നമുക്കിത് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ ജനുവരി വരെയാണെന്നാണ് അധികൃതർ നമ്മളോട് പറഞ്ഞത്. ഫോറസ്റ്റിനുള്ളിലുള്ള യാത്രയെ പറ്റി വിവരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലയണിനെയൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഇത്രയും സന്തോഷം കിട്ടുന്ന മനസ്സിന് ആനന്ദം കിട്ടുന്ന ഒരു കാഴ്ചകൾ വേറെയില്ല. കാടിൻ്റെ സൗന്ദര്യം, മൃഗങ്ങളുടെ സൗന്ദര്യം, അതും നമുക്ക് പലപ്പോഴും കാട്ടിൽ പോയാൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള മൃഗങ്ങളുണ്ട്. സിംഹം, കടുവ, ഇതിനൊക്കെ എപ്പോഴും കാണണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ നേരിട്ട് അടുത്ത് കാണാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന വണ്ടി പ്രൈവറ്റ് സഫാരി എടുത്തിരിക്കുന്ന വണ്ടികളാണ്. നമ്മുടെ ഈ സിംഹം ഇതുപോലെ ലയണൊക്കെ വന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചാടി കയറുന്ന സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അത് സിംഹത്തിൻ്റെ മൂട് പോലെ ഇരിക്കും. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ ചാടിയില്ല. ഇപ്പം ചാടും എന്ന് പറഞ്ഞിട്ട് സിംഹം നമ്മളെ പറ്റിച്ച് അവിടെ കിടന്നു കളഞ്ഞു. നമ്മുടെ ഈ ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ കാണേണ്ടതായിട്ടുള്ള കാഴ്ചകളെന്ന് പറയുമ്പോൾ പുള്ളിപ്പുലി, സിംഹങ്ങൾ, സീബ്രകൾ, ബംഗാൾ കടുവകൾ, പാന്തർ, മുള്ളംപന്നി, കാണ്ടാമൃഗം, ആനകൾ, പുള്ളിമാൻ, വെള്ളക്കടുവ, കാട്ടുപോത്ത്, കരടി എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി വന്യമൃഗങ്ങളുടെ വിശാല വിസ്മയമായ കാഴ്ചകളാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ടൈഗർ ഒരാളെ മാത്രമേ ഫോറസ്റ്റിൽ പുറത്തുവിടാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം ഒരാൾ മാത്രമേ പുറത്ത് കാണൂ, ബാക്കിയുള്ളവരെയൊക്കെ അകത്ത് ക്ലോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ബന്നാർഘട്ട സൂവിലെ മൃഗങ്ങളെയും കാടിൻ്റെയും എല്ലാവിധ സൗന്ദര്യങ്ങളും കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.